രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് വിട്ടത് അതിവിദഗ്ധമായാണെന്ന് വിവരം. ഫ്ളാറ്റിൽ നിന്നിറങ്ങിയതു മുതൽ സഞ്ചരിച്ചത് CCTV ഇല്ലാത്ത റോഡുകൾ നോക്കിയാണ്. പോലീസിനെ ആശയക്കുഴപ്പത്തിലാക്കാൻ കാറ് മാത്രം പല വഴിക്ക് സഞ്ചരിച്ചു. സ്പെഷ്യൽ ബ്രാഞ്ച് നടത്തിയ CCTV പരിശോധനയിൽ രാഹുലിന്റെ റൂട്ട് അവ്യക്തമായി തുടരുന്നു. ഇന്നും CCTVകൾ കേന്ദ്രീകരിച്ച് പരിശോധന തുടരും. രാഹുൽ പോയ വഴി ഇന്ന് കണ്ടെത്താനാകും എന്നാണ് പോലീസ് കരുതുന്നത്. ഒളിവിൽ കഴിയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയെ പിടികൂടാൻ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. രാഹുലിനെ കണ്ടെത്താൻ ഓരോ ജില്ലകളിലും പോലീസ് സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട്. അതേസമയം രാഹുലുമായി ബന്ധമുള്ള ചിലരെ ഇന്ന് പോലീസ് ചോദ്യം ചെയ്യും. ഇവർക്ക് നോട്ടീസ് നൽകിയിട്ടുണ്ട്. ബലാത്സംഗ കേസിൽ രാഹുൽ നൽകിയ ജാമ്യാപേക്ഷ ബുധനാഴ്ചയാണ് കോടതി പരിഗണിക്കുക. ജാമ്യാപേക്ഷ പരിഗണനയിലായിരിക്കുമ്പോൾ അറസ്റ്റിന് തടസ്സമില്ല എന്നാണ് പോലീസിന് ലഭിച്ച നിയമോപദേശം. ഈ സാഹചര്യത്തിലാണ് രാഹുലിനെ പിടികൂടാനുള്ള പോലീസ് ശ്രമം ഊർജിതമാക്കുന്നത്. കേസ് അന്വേഷണത്തിനായി തിരുവനന്തപുരം സിറ്റി പോലീസിന്റെ കീഴിൽ പ്രത്യേക സംഘമുണ്ട്. ഇതിനു പുറമെ ഓരോ ജില്ലകളിലും രാഹുലിനെ കണ്ടെത്താനായി ഓരോ സംഘങ്ങളെയും ജില്ലാ പോലീസ് മേധാവിമാരുടെ നേതൃത്വത്തിൽ നിയോഗിച്ചിട്ടുണ്ട്. ക്രമസമാധാന ചുമതലയുള്ള ADGPയുടെ നിർദ്ദേശപ്രകാരമാണ് ഓരോ ജില്ലയിലും പരിശോധനകൾ നടക്കുന്നത്. രാഹുലിനൊപ്പം കേസിലെ മറ്റൊരു പ്രതിയായ ജോബി ജോസഫിനായും തിരച്ചിൽ തുടരുകയാണ്. പാലക്കാട്, പത്തനംതിട്ട ജില്ലകളിലായിരുന്നു കഴിഞ്ഞ ദിവസത്തെ വ്യാപക പരിശോധന. രാഹുലിന്റെ സുഹൃത്തുക്കളുടെ വീടുകളിൽ ഉൾപ്പെടെ പരിശോധന നടന്നു. രാഹുലുമായി ബന്ധപ്പെട്ടവരെ കേന്ദ്രീകരിച്ചും കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുകയാണ് അന്വേഷണ സംഘം. ഇതിലൂടെ രാഹുലിലേക്കും ജോബിയിലേക്കും എത്താനാകും എന്നാണ് പോലീസ് കണക്കുകൂട്ടുന്നത്. കേസിലെ പരാതിക്ക് പിന്നാലെ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA പാലക്കാട് നിന്നും മുങ്ങിയത് സിനിമാ താരത്തിന്റെ കാറിലാണ് എന്ന സംശയം നേരത്തെ പുറത്തു വന്നിരുന്നു. ഇക്കഴിഞ്ഞ വ്യാഴാഴ്ച രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് നിന്നും രക്ഷപ്പെട്ടത് ചുവന്ന പോളോ കാറിലാണ് എന്ന വിവരം പോലീസിന് ലഭിച്ചു. ഇത് ഒരു സിനിമാ താരത്തിന്റേതാണ് എന്നാണ് പോലീസിന് ലഭിച്ച വിവരം. ഈ കാറ് കേന്ദ്രീകരിച്ചും അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്.